ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. KSRTC സ്വിഫ്റ്റ് ബസ്സിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ KSRTCയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾക്ക് തോന്നുന്ന സ്ഥലത്തൊന്നും അവർ വണ്ടി നിർത്തി തരത്തില്ല. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്താസ് എന്ന് പറയുന്ന ഈ ഒരു ലേഡി അവർക്ക് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പം അവർ കണ്ടക്ടറിൻ്റെ അടുത്ത് പറയുന്നു, ഡ്രൈവറിൻ്റെ അടുത്ത് പറയുന്നു, അവർ വണ്ടി നിർത്തി കൊടുക്കുന്നില്ല. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ അവർക്ക് തോന്നുന്ന സ്ഥലത്തൊന്നും ബസ് നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ ഈ പെൺകുട്ടിക്ക് പറയാം, എനിക്ക് വളരെ എമർജൻസിയാണ്, എനിക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, എനിക്ക് ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തും. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത്, അതായത് ഇന്നലെ തൊട്ട് പുറത്ത് വന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളെവിടെയും അവരെന്തിനാണ് പുറത്തിറക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എമർജൻസി സിറ്റുവേഷൻ അവരെവിടെയും പറയുന്നില്ല. നേരെ മറിച്ച് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുവാണ്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഒരു വിചാരം കാണുമായിരിക്കും, മൊബൈൽ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്ത് അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് കിട്ടുമെന്ന്. ഇടയ്ക്ക് വെച്ചിട്ട് ഷിംജിത എന്ന് പറയുന്ന ഒരു ലേഡി ബസ്സിൽ കിടന്ന് കാണിച്ച സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം അവൾ കാണിച്ചതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ദീപക് എന്ന് പറയുന്ന ആ ഒരു പുള്ളി മരണപ്പെടാനായിട്ടുള്ള കാരണം. എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് KSRTC സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്നല്ലോ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക നിയമങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും തുല്യരാണ്. അല്ലാതെ സ്ത്രീകൾക്ക് വേറെ നിയമം, ആണുങ്ങൾക്ക് വേറെ നിയമം, അത് ഇവിടുത്തെ ന്യായമാണ്. ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് അവരാണായിരുന്നുവെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നം നടന്നേനെ. അവൻ കഞ്ചാവാണ്, MDMA എന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് ജയിലിലിട്ടാനെ. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. ഇവർക്കിപ്പോൾ ഒരു 25,000 രൂപ കണ്ട് പിഴയും കണ്ട് ചുമത്തി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫൈനൽ മാത്രം ഇത് നിർത്തരുത്, ഇവരുടെ പേരിൽ കേസ് എടുക്കണം. എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഇവരവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കുറച്ച് കോപ്രായങ്ങൾ എന്തായാലും ഇപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോണും എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പറയുവാണ്, ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദി വെഹിക്കിൾ, ഓൾറെഡി ഈ ഒരു ബസ് പോകുന്നത് റോങ് ആയിട്ടുള്ളതാണ്, മറ്റേതാണ് മറിച്ചാണെന്നല്ല. എന്താണ് റീസൺ എന്ന് ഈ ഒരു പെൺകുട്ടി പറയുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് പറയാം, എനിക്ക് വളരെ എമർജൻസി ആയിട്ട് എനിക്കൊന്ന് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് എമർജൻസി ആയിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവർ നേരെ മറിച്ച് ഇവർ കാണിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുവാണ്. എന്തോ ഒരു അഹങ്കാരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. എന്തുകൂടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറെ വല്ലവരുമാണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നമാണ് ഇവിടെ നടന്നേനെ. ഇതൊരാണുങ്ങളാണ് ചെയ്തതെങ്കിൽ എന്തെല്ലാം ഇല്ലാത്ത കേസുകളും അത് ഇത് മാടേ കോടെ എന്നൊക്കെ പറഞ്ഞ് അവനെ നാറ്റിച്ചേനെ. ഇതിപ്പം ഈ സ്ത്രീ ഏതിൻ്റെ പേരിലല്ലേ ഈ പറയുന്ന രീതി കേസോ കാര്യങ്ങളൊന്നും വരാത്തത്? ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അടിച്ചങ്ങ് പൊട്ടിക്കുവാണ്, ഒന്നും നോക്കുന്നില്ല. ഇതോടെ ജീവനക്കാർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. KSRTC ബസ്സിന് കേടുപാടുകൾ വരുത്തിയതിനുള്ള നഷ്ടപരിഹാരമായി യുവതിയിൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കിയ ശേഷം അധികൃതർ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിട്ടയക്കുകയായിരുന്നു. നെടുമങ്ങാട് KSRTC ഡിപ്പോ സമാധാനമായല്ലോ. അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു, എനിക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു, എനിക്ക് ഭയങ്കര പ്രഷറൈസ്ഡ് ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഇതൊക്കെ ഒരു ന്യായീകരണമാണോ? ഇത് KSRTC ബസ്സിലൊക്കെ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റുമോ? എനിക്കറിയാൻ വയ്യ. അവർക്ക് അവരുടേതായിട്ടുള്ള റൂളുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇനി ഇവരുടെ ഒരു പുതിയ ഇൻ്റർവ്യൂ ഒക്കെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ നമുക്ക് കാണാം. ഈ മാസം 10 കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഏറെ വൈറലാണ്. ആ യുവതി ആരാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഉണ്ട് മുംതാസ് എന്നാണ് പേര്. ഇപ്പോൾ നിങ്ങളാണ് എല്ലാ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് മുംതാസ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്? പണ്ട് നമ്മൾ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും അങ്ങനെയാണ്, അയ്യോ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കാര്യം എന്താണ്? സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ എന്താ പറയണ്ടേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അതങ്ങ് പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങ് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു പരിഹാരം കിട്ടുമെന്നുള്ളൊരു ചിന്ത അത് കൈവച്ചിരുന്നാൽ മതി. KSRTC ബസ്സിൻ്റെ ചില്ലടിച്ച് തകർത്തത്
ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫൈൻ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാത്തിനുള്ളൊരു പരിഹാരമാണോ? വന്നിരുന്ന് പിന്നെ ന്യായീകരിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ജനങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ ഇവർ ചെയ്തത്. എന്നിട്ട് പിന്നെയും വന്നിരുന്ന് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇപ്പം പറയുന്നത് എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു, സൈബർ ആക്രമണം ചെയ്യുന്നു. നിങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ഇതൊക്കെ എടുത്ത് ഓരോ ആൾക്കാരെടുത്ത് വെളിയിലിടുന്നത്. എന്നിട്ട് ഇതൊക്കെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. 5ാമത്തെ ദിവസമായിരുന്നു വീഡിയോ വന്നതെന്ന്. ഈ പുള്ളിക്കാരത്തി വിചാരിച്ച് ഈ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ മാത്രമേ ഫുട്ടേജ് ഉള്ളതെന്ന്. അവിടെ അത്രയും ബസ്സിൽ ആൾക്കാരിരിക്കുന്നത്, അവരിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്യാതിരിക്കുമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വിചാരിച്ച് ഇത് ആരും അറിയത്തില്ല എന്ന്. ഫൈൻ അടച്ചിട്ട് നൈസായിട്ട് പ്രശ്നമാണ് തീരുമെന്ന്. ഈ ഒരു കേസിന് ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡ്രസ്സിൻ്റെയൊക്കെ കേസിലും പിന്നെ ഈ മതപരമായിട്ടുള്ള രീതിയിലും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ കണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വായി നോക്കിയാൾക്ക് യാതൊരു വിവരമില്ലാത്തത് കൊണ്ട് വന്നിരുന്ന് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതിലൊന്നും ഞാൻ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും, നിങ്ങൾ ചെയ്തത് ശരിയാണോ? കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം, എനിക്ക് എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്നുള്ള രീതി. പക്ഷേ നിങ്ങൾ അത് ചെയ്യാതെ അവിടെ കിടന്ന് ഷോ ഓഫ് കാണിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാൽ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു. അവിടെ നിങ്ങൾ നിങ്ങളുടെ കൺസേൺ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തത്? എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് തല്ലി അങ്ങ് വിളിക്കുക. നിങ്ങൾക്ക് വേണേൽ പറഞ്ഞുകൂടെ? വാറെന്നങ്ങ് പറഞ്ഞാൽ പോരെ, എനിക്ക് എമർജൻസി, എനിക്ക് ബാത്റൂമിൽ പോയി പറ്റത്തുള്ളൂ, അതായത് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാം. അതൊന്നും പറയാതെ നിങ്ങൾ നിർത്തിയേ പറ്റൂ, ക്യാമറ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, ഇങ്ങനെ ആംഗിൾ തിരിച്ചിട്ട് കാണിച്ചിട്ട് ഇതിനൊക്കെ പിന്നെ നമ്മൾ എന്തുകൂടെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം വന്നിരുന്നിട്ട് ഈ വളരെ പാവത്തോടെ കൂടി സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? സംഭവം ഏറിപ്പോയി. ഇവർ വിചാരിച്ചില്ല വേറെ ആൾക്കാർ ഇതണക്ക് വീഡിയോ എടുത്തിടുമെന്ന്. വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നത്. കമൻസിനെ പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ, നിങ്ങളെന്തിനാ കമൻസിനെ പറ്റി ചിന്തിക്കുന്നത്? ഇപ്പോഴും പുള്ളിക്കാരത്തി ഈ എന്താ പറയണ്ടേ, സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു സിറ്റുവേഷൻസ് അല്ല പറയണത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഈ ഇങ്ങനെ വന്നിരുന്ന് വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടും വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കണം. അതേപോലെ തന്നെയായിരുന്നു ഈ ഇപ്പം വേറൊരു കക്ഷിയുണ്ടല്ലോ, ഈ ഷിംജിതയുടെ വെല്ലുവിളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഞാൻ ഉടനെ തിരിച്ചു വരും അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്.
പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോകാന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ അല്ല, അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവായിരുന്നു അടുത്ത ചിന്ത? അതിൽ നിന്നെടുത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നോ? പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങൾ എത്ര അരഗണ്ടായിട്ടാണ് നിങ്ങൾ പെരുമാറിയെന്ന് ആ ഒരു വീഡിയോയ്ക്കകത്ത് നിന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പൊട്ടന്മാരാക്കുന്നത്? ഇത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെയാണോ? അതല്ല, ഇതിപ്പം നമ്മുടെ എല്ലാവരുടെയും പെടലിക്കുക കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ കണ്ണിൽ മിസ്റ്റേക്കാണ്, ഇവരുടെ മിസ്റ്റേക്ക് അല്ല. ഇതാണ് നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയതല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസ് സമാധാനമായല്ല കയ്യിരിക്കുന്ന കാശ് പോയപ്പോഴത്തേക്ക്. വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പം സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇനി എത്ര ന്യായീകരിച്ച് കഴിഞ്ഞാലും ഒരു മനുഷ്യരും നിങ്ങൾക്ക് ചെവി കൊള്ളത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെ ഉള്ളതായിരുന്നു അതിനകത്ത്. സോ ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ ഒരു പെൺകുട്ടിയല്ല, വേറെ ആരായിക്കോട്ടെ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. തോന്നിയ സ്ഥലത്തൊന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു എമർജൻസി പറയാം. അവരതുപോലെ ഇവർ പറഞ്ഞിട്ടില്ല. ഇവരുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. ഒരു രീതിയിലും ന്യായീകരിക്കാനുള്ള ഒരു സംഭവം ഇല്ല ആ ഒരു വീഡിയോയ്ക്കകത്ത്. പൈസയും ഗ്ലാസ് തകർത്തതിൻ്റെയും ഇപ്പോൾ ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും ഓക്കെ, അതായത് ഇവരുടെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം പോലീസുകാർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ വരുമെന്നുള്ള രീതിയിൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എടുത്ത് പുറത്തിട്ടത് കൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഈ സാധനം എല്ലായിടത്തും പോയി, എല്ലായിടത്തും ഇത് സർക്കുലേറ്റായി. ഇനിയിപ്പോൾ പോരാത്തതിനിപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ ഉൾപ്പെടെ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. കാര്യം പബ്ലിക്കലി വന്നൊരു സാധനമാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നു. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇനി ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എനിക്കറിയില്ല. ഈ പ്രശ്നം സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ബ്രദേഴ്സാണ്. ഈ പുള്ളിക്കാരി പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇപ്പോഴും, ഇത് ബാക്കിയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് അത് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വണ്ടി നിർത്തി തരും. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.